ഉമ്മച്ചി കൂടെ ഉള്ളത് വലിയൊരു ഭാഗ്യം തന്നെ അല്ലേ? വലിയ ഭാഗ്യം തന്നെ. നമ്മൾക്ക് വിശ്വാസം അങ്ങനെ തന്നെയാണ്, ഉമ്മയുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം. ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് അത് ഉമ്മച്ചീനെ നോക്കാൻ പറ്റുന്നതും അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ആ ഒരു സമാധാനം കിട്ടുക എന്നുള്ളത് വലിയൊരു സന്തോഷമല്ലേ. വീഴ്ചയിൽ കൈപിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ഉണ്ടായിട്ടില്ലേ? അത് നമുക്ക് കുറേ ആളുകളുണ്ടാക്കും. ഷാജിഖാനെ സംബന്ധിച്ചപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ നമ്മളൊന്ന് വീഴും എന്ന് തോന്നി, അല്ലെങ്കിൽ പല ക്രൈസിസ് നമ്മൾ കൈപിടുത്ത. ഇപ്പം ഉമ്മച്ചിയുടെ കാര്യം പറയും, നമുക്കൊരു ഫ്രണ്ട് എന്ന് പറയാൻ, ഒരു പേര് പറയാൻ ആരെങ്കിലും ഉണ്ടാവും? എൻ്റെ വീഴ്ചയിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് നല്ല കുറേ സുഹൃത്തുക്കളുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, എൻ്റെ നാട്ടുകാരുണ്ട്. അവരുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ടീം വർക്ക്, എൻ്റെ കൂടെ നിൽക്കുന്ന ഈ 2580 പേര്, അതായത് എനിക്കിപ്പം നിങ്ങൾക്ക് ചായ കൊണ്ടുതന്ന അവർക്ക് പോലും എൻ്റെ ഗ്രോത്തിലൊരു പങ്കുണ്ടെന്ന്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ എൻ്റെ അടുത്ത് ജോലി ചെയ്തിട്ട് അതിൽ നിന്നും കുറച്ച് ആളുകൾ എന്നെ വിട്ട് വേറെ ഇതിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഗ്രോത്തിലുണ്ട്. അവരെന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോഴും അവരെ ഓർക്കുന്നുണ്ട്. കാരണം അവരും കുറേ എനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രോത്തിൽ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ എൻ്റെ ഒരു കൈ പിടിച്ച ആൾക്കാരാണ്. അത്തരം നമ്മുടെ ഇവിടെ നിന്ന് എല്ലാം പഠിച്ച് പിന്നീട് അവരുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഷോറൂം. തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിലല്ലേ ഡിഫറെൻറ്റ് കൺട്രിയിൽ പോയ ആൾക്കാരുണ്ട്, ഡിഫറെൻറ്റ് കമ്പനിയിലേക്ക് പോയ ആൾക്കാരുണ്ട്. ഞാനതിനൊക്കെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എൻ്റെ കൂടെ ഏറ്റവും അടുത്ത എൻ്റെ അനീഷ് ഏകദേശം എനിക്ക് 23 വർഷമായി എൻ്റെ കൂടെ ജോലി ചെയ്യല്ല, എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ കൊണ്ടുനടക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് 10, 15, 20 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്, തുടർച്ചയായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് ദുബായ് പോകുമ്പോൾ ഷംസുക്കാടൊക്കെ ഉണ്ട്. നിങ്ങളൊരു 5 പേര് ഒരു വില്ലന്മാർ പോലെയാണ്. എന്നുവെച്ചാൽ നിങ്ങളാണ് നമ്മളാ ഫൈസൽക്കാട് കല്യാണം, നിങ്ങളൊരു ഒരു വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക മോഹൻലാലൊക്കെ വരുന്ന പോലെ നിങ്ങൾക്ക് നിരന്ന്, മമ്മൂക്ക മോഹൻലാൽ പൃഥ്വിരാജ് ദുൽഖറൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ നിരന്നൊരു ഒരേ യൂണിഫോമിൽ വരുന്ന 5 പേരാണ്. നിങ്ങളൊരു സൗഹൃദം വലുതാണ്. അത് പല ആളുകൾക്കും അസുഖം ഉണ്ടാകാറുമുണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞ, ഇപ്പോൾ ഷാജിക്ക് ഇല്ലാന്ന്, പക്ഷേ ഞാനത് പറയാം, പല ആൾക്കും അസുഖമുണ്ട്. ആ ഒരു സൗഹൃദം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താണ് നിങ്ങൾ പോകുന്നത് അല്ലേ? കോളേജ് കാലഘട്ടം തൊട്ടുള്ള സൗഹൃദമാണ് അല്ലേ? കോളേജല്ല, ഞാൻ അതിൻ്റെ ശേഷമാണ് ഇവരായിട്ട് വന്നത്. ഏകദേശം അറൗണ്ട് എനിക്കൊരു 20 വർഷത്തെ ത്തോളുള്ള ബന്ധമാണ്. അതിൽ ഫൈസൽക്ക ഉണ്ട്, മലബാർ ഗോൾഡ്, ഷംസു, നെല്ലറ ഷംസു ഉണ്ട്, ജി ടെക് മാറൂഫ് ഉണ്ട്, അതേപോലെ സ്വദേശി സക്കീർ ഉണ്ട്. ഞങ്ങൾ 2015 വിഷൻ 2020 എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് കാഴ്ചപ്പാടുകളും, എല്ലാവരും ബിസിനസ്സിലാണല്ലോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാവരും ഞങ്ങൾ അന്നെടുത്ത പല ഡിസിഷൻസും എല്ലാം അച്ചീവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ 2020 ഞങ്ങൾ ദുബായിൽ വെച്ച് വീണ്ടും കൂടിയിരുന്നു. അപ്പോൾ 2030, അതായത് 10 വർഷത്തെ പുതിയ പ്ലാനുകളായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവന്മാരെ വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് സോൾവ് ആവും. ഇപ്പോൾ ഫൈസൽക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്റ്റിംഗ് പീപ്പിൾ, നമ്മൾ നോക്കിയുടെ ക്യാപ്ഷൻ പോലെ നമ്മൾ അങ്ങനെ പറയുന്നത്, കണക്റ്റിംഗ് പീപ്പിൾ എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരെയും ഒരുപാട് കണക്ഷൻസ് പുള്ളി കണക്ട് ചെയ്തിരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി ഇവരെടുത്തുനിന്ന്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക്, നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ എന്തെങ്കിലും ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നാണ് ഗ്രൂപ്പിലിട്ട് അപ്പം തന്നെ ഒരു 3-4 സൊല്യൂഷൻ വരും. അതിൽ നമുക്ക് നമ്മളെ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ അത് വലിയൊരു പോസിറ്റീവാണത്. സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു സ്കൂൾ കഴിഞ്ഞ് ഞാൻ പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങി. വിവാഹമൊക്കെ കടകൾ ഷോപ്പ് തുടങ്ങിയതിന് ശേഷമായിരുന്നു. അതിൻ്റെ 2003 കല്യാണം. ഷോപ്പ് തുടങ്ങിയതിന് ശേഷമായിരുന്നു. അപ്പോൾ വിവാഹ സമയത്ത് നമ്മളൊരു ബിസിനസ്മാനായി അല്ലേ? ഇപ്പം എനിക്ക് ഭാര്യയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അവരുടെ ഫാമിലി എങ്ങനെയാണ്? ബിസിനസ് മേഖലയിലുള്ള? അവരൊക്കെ ഫാമിലി ബിസിനസ്സാണ്. എൻ്റെ ബ്രദറിലോ ഒക്കെ ബിസിനസ്സാണ്, മെഡിക്കൽ ഫീൽഡാണ്. അത്തരം ഒരു ഫാമിലി, ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ, ഷാജിക്ക കല്യാണം കഴിച്ചു, നമുക്ക് എന്നും താങ്കും തണലുമായിരിക്കും നമ്മുടെ കുടുംബമാണല്ലോ അല്ലേ? അവർ രണ്ട് രീതിക്കുള്ള ബിസിനസ്സാണ്. ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ വൈഫുമായിട്ടൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഫാമിലിയിൽ നിന്ന് വലിയൊരു സപ്പോർട്ട്, മീൻസ് വൈഫിൻ്റെ അടുത്ത് നിന്നൊക്കെ വലിയൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കത് വലിയ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം നമ്മൾ കൂടുതൽ യാത്രകളിൽ ഇപ്പം യാത്രകൾ കുറച്ച് കുറവാണ്. പക്ഷേ നമ്മൾ കൊറോണയുടെ മുമ്പ് ഞാനിപ്പോൾ 2 ദിവസം ഡൽഹിയിലാണ്, 2 ദിവസം ബോംബെ, ബാംഗ്ലൂർ. അപ്പം നമുക്ക് പല സംഭവങ്ങളും എത്തിപ്പെടാതെ, കുട്ടികളുടെ കാര്യങ്ങൾ
ഇപ്പോൾ എഡ്യൂക്കേഷൻ അവരുടെ സ്കൂള് കാര്യങ്ങളൊക്കെ അവരാണല്ലോ നോക്കുക. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ടും പ്രചോദനവും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അതൊരു പാർട്ടാണ് ഇതിൽ നമ്മളെ ഗ്രോത്തിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യപ്പെടാറുണ്ട്. എന്തിനാണ് ദേഷ്യം കൂടുതൽ വരാറുള്ളത്? ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും ചിലപ്പം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതാണ്. ദേഷ്യം വളരെ കുറവാണ്. കാരണം എനിക്കത് കറക്റ്റായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന. ദേഷ്യപ്പെട്ട പെട്ടെന്ന് മറന്നു പോകും. ദേഷ്യപ്പെട്ടത് ആ സമയത്തുള്ള ദേഷ്യം വേണം. പിന്നീട് ഇത് മനസ്സിൽ വെക്കുന്നത് പിന്നീട് വേണ്ട എന്ന് തോന്നുന്നു. വേണ്ടെന്നല്ല, ആ കാര്യം നമ്മൾ കൺവിൻസ് ചെയ്യും. ഞാൻ ഇന്ന കാര്യത്തിനാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ അല്ലാതെ ദേഷ്യം പിടിച്ച് പിന്നെ അത് മാറ്റി നിർത്തുക എന്നുള്ളതല്ല. അത് കഴിഞ്ഞ് അവരെ കറക്റ്റായിട്ടുള്ള ആ വേയിലേക്ക് കൊണ്ടുവരും. ഷാജിക്ക അറിയുന്നു, ചിലപ്പോൾ അറിയായിരിക്കും. ഷാജിക്കയുടെ അടുത്ത് പറയും ചില ആളുകളൊന്നും ഷാജിയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് ഒരാൾ സംസാരിച്ചോളൂ, ഞാനായിരിക്കുന്ന സദസ്സിലാണ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഷാജിക്ക പറയുന്ന മറുപടി ചിലപ്പോൾ എനിക്കറിയില്ല, നേരിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അത്തരം ആളുകളില്ലേ? അത്തരം ആളുകളില്ലേ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് എടുക്കാറില്ല. നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ഓൺലി പോസിറ്റീവ് മാത്രം. നെഗറ്റീവിനെ നമ്മൾ എടുത്താൽ നമുക്ക് നമ്മളെ യാത്രയിൽ അത് ഒരുപാട് ബാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സമൂഹത്തിൽ എന്തായാലും അറിയാലോ, നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാം. പിന്നെ നമ്മൾ ഗ്രോത്ത് ഇഷ്ടപ്പെടാത്ത പല ടൈപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടാവാം, ഫാമിലിയിൽ ഉണ്ടാവാം. പക്ഷേ നമുക്ക് എല്ലാവരോടും സ്നേഹമല്ലേ? എല്ലാവരും വേദനിച്ചിട്ടില്ലേ? അങ്ങനെ കൂടെ നിന്ന ഒരാളാണല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനെയാണല്ലോ, എന്നെ എല്ലാം അറിയാവുന്ന ആളാണല്ലോ. തീർച്ചയായിട്ടും നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ. എല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ പല ക്രൈസിസുകളും പല പ്രശ്നങ്ങളൊക്കെ കടന്നു പോകുമല്ലോ. എല്ലാം സുഖങ്ങൾ മാത്രമല്ലല്ലോ, ദുഃഖങ്ങളുണ്ടാവും. അങ്ങനെ ദുഃഖങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദുഃഖം ഏതായിരിക്കും? വാപ്പച്ചിയുടെ കാര്യം അവിടെ മാറ്റിയിരിക്കട്ടെ. കഴിഞ്ഞ കാലം അങ്ങനത്തെ ഒരു ദുഃഖം നമ്മൾ എടുക്കുന്നില്ല. ബാക്കോട്ട് നോക്കിയിട്ട് നോക്കുന്നില്ല. ഇല്ലില്ല, തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ടില്ല. ഞാൻ ഓൾറെഡി ഇപ്പം ഇന്നലെ എൻ്റെ മീറ്റിങ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഞാൻ ഓൾറെഡി ഇപ്പം ഞാൻ 2025 യാത്ര ചെയ്യുന്നത്. ഞാൻ 2025 എവിടെ എത്തണമെന്നുള്ള ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ 2025 എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് 5000 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റായിട്ട്. ഇൻഡയറക്റ്റായിട്ട് ഏകദേശം 2500 പേർക്കും. അപ്പോൾ അതിലേക്കുള്ള ഒരുപാട് സംഗതികൾ എനിക്ക് ചെയ്യാനുണ്ട്. എനിക്ക് നെഗറ്റീവിൻ്റെ കൂടെ സഞ്ചരിക്കാനുള്ള സമയമില്ല. എനിക്ക് പോസിറ്റീവായിട്ട് ഇവിടുന്ന് സമൂഹത്തിനോടും, കാരണം ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് തന്നെ എനിക്കൊരു വലിയ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ഈ സമൂഹത്തിലേക്ക് റീചാർജ് ചെയ്യുന്നത് പോലെ തന്നെ 5000 കോടി വിറ്റവരുള്ള, കേരളത്തിൽ മാത്രം 5000 കോടി വിറ്റവരുള്ള ഒരു കമ്പനി